പറന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് ആവുമായിരിക്കണ്ടേ? ആയാ മതി. ഇനിയിപ്പോൾ അവിടെ ഞങ്ങളെത്തുമ്പോ പറയും എനിക്ക് അറിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗയ്സ്, ഞങ്ങൾ നീനുവിന് സർപ്രൈസ് കൊടുത്തു. അപ്പൊ ഞങ്ങള് നീനുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയ ഉപ്പിലിട്ട മാങ്ങ കഴിക്കാണ്. എന്തടി ചെറിയ പീരി സ്റ്റുഡന്റാ? ഓളെവിടേക്ക് മഞ്ഞോരം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒക്ടോബർ 5-ാം തീയതി രാവിലെ ഞാൻ നീനുവിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒറ്റപ്പാലം വരെ പോവാണ്. നീനു ആരാന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് നീനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ കോളേജ് ലൈഫ് അടിപൊളിയായതിൻ്റെ മെയിൻ റീസണാണ് നീനു. ഇപ്പോൾ ഞങ്ങൾ PG ഒക്കെ പഠിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും 2 കോളേജിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് ഓളെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഓളെ ഞാൻ വിഷും ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ ഒരു ബസ്, പെരിന്തൽമണ്ണയിൽ നിന്ന് ചെർപ്പളശ്ശേരി ഒരു ബസ്, ചെർപ്പളശ്ശേരിയിൽ നിന്ന് കടമ്പഴിപ്പുറം വരെ 3ാമത് ബസ് കയറിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകണത് കേട്ടോ. കാരണം കടമ്പഴിപ്പുറം എൻ്റെ വേറൊരു ഫ്രണ്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നീനുവിൻ്റെ അടുത്ത് പോകുന്നത്. ഞാൻ ചീനെ കുറ്റപ്പെടുത്തുക. ഹലോ ഗൈസ്. ഇന്ന് ഞങ്ങളുടെ നീനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് നീനുവിനെ കാണാൻ എവിടെയാണ് വന്നിട്ടുള്ളത്? ഞാൻ കോഴിക്കോട് നിന്ന് 100 കിലോമീറ്റർ താണ്ടി ഒറ്റപ്പാലം വന്നിട്ടുണ്ട് സത്യം. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വിഷ് ചെയ്തോണ്ട് നീನು നല്ല സങ്കടം. ഞങ്ങൾ നീനെ വിഷ് ചെയ്തിട്ട് പോലും ഇല്ല, സ്റ്റോറി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ വിഷമത്തിലാണ്. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് പോകാം. കേക്കും കൊണ്ട് പോകാം. ഞങ്ങൾ കേക്ക് വാങ്ങാൻ കടയിൽ വന്നാൽ നമുക്ക് അവിടെ പോയിട്ട് റിയാക്ഷൻ എടുക്കാം. കേക്ക് കിട്ടി, ഞങ്ങൾക്ക് കേക്ക് കിട്ടി. നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇപ്പൊ സമയം 3:30. എനിക്ക് 4:30 പാലരുവി ട്രെയിൻ ഉണ്ട് എറണാകുളത്തേക്ക്. അപ്പൊ അതിന് പോകാണ്ട് ഇതിലിറങ്ങിക്കോ. 1 മണിക്കൂറാണ് എനിക്ക് നീനുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അത് ഈ വൃത്തിയോട് കാരണം ഇവളുടെ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇത്ര ലേറ്റ് ആയി. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാനാണ്. 11 മണി മുതൽ ഞാൻ ഇവളുടെ പ്രോഗ്രാമിൽ അവിടെ നിൽക്കുക. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയിട്ട് വരാം. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് ആവുമായിരിക്കണ്ടേ? ആയാ മതി. ഇനിയിപ്പോൾ അവിടെ ഞങ്ങളെത്തുമ്പോ പറയും എനിക്ക് അറിയായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങൾ കാര്യം നമുക്ക് പറയും. എന്തായാലും പോയി നോക്കാം. കേക്ക് സെറ്റാണ്. ഇനി ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നീനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മിഷൻ സക്സസ്ഫുൾ. കരഞ്ഞു. എനിക്കറിയാം ഇത് പറയാൻ ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട്. എനിക്കറിയായിരുന്നു. എന്നോട് പറഞ്ഞാലേ ഇവൻ അറിയാണ്ട് എങ്ങനെ നിന്നോട് പറഞ്ഞാലോ എന്ന് പേടിച്ചു. ഇവള് നിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലോ? ഇതുകൊണ്ടാണ് സ്റ്റോറി ഇടാൻ ഞാൻ വിഷയം ചെയ്യാൻ. അതെ, ഞാൻ ശ്വേത ബസ്സിലാണ്. അപ്പോഴും എനിക്ക് സംശയം തോന്നി. ഓട്ടം തൊടല കഴിഞ്ഞ് വരിക. അതൊക്കെ ഉണ്ട്, ഒക്കെ സത്യം. ഇവളെ ഓട്ടം തുള്ളിൽ കാരണം ലേറ്റ് ആയില്ല. ഞങ്ങൾ 12 മണിക്ക് എത്തേണ്ടി വരും. കട്ടെ ഞാൻ തോന്നുന്നു വീഡിയോ എടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിന്റെ കൈ മറക്കോ? അച്ഛനമ്മയ്ക്ക് കൊടുത്തു. ഞാൻ കോഴിക്കോടിന്ന് നമ്മള് വേറെ സാധനം വാങ്ങിയില്ലേ? അതവിടെ വെച്ചോ. ഞങ്ങൾ നീനുവിന് സർപ്രൈസ് കൊടുത്തു. അപ്പൊ ഞങ്ങള് നീനുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയ ഉപ്പിലിട്ട മാങ്ങ കഴിക്കാണ്. അയ്യേ, ശരിക്കും ഈ സാധനം ഇതിന്റെ പുളിവെള്ളം ഐസ്ക്രീമിൽ ഐസ്ക്രീം കേക്കില് നന്ദു പ്രത്യേക പരീക്ഷണങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ?
അല്ല ഇത് കഴിക്കും ഐസ് കൊടുക്കും അതിന്റെ വെള്ളയ്ക്ക് തന്നെ വെള്ളം കഴിക്കും എന്നിട്ട് മാങ്ങ കഴിക്കും എന്തുണ്ടോന്ന് അതെനിക്കാ ഹലോ ഗായ്സ്, ഞങ്ങൾ കസ്റ്റാർഡ് ചായപ്പൊടി ഉണ്ടാക്കും. കസ്റ്റാർഡ് ചായപ്പൊടി ഉണ്ടാക്കാൻ പോണേ ഞങ്ങൾ പൊട്ടത്തി ഇതില് പലരും പോയോ? പാലരുവിയൊക്കെ പോയി. എനിക്ക് 4:30 ട്രെയിന്, എന്നെ വിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 6 മണിക്കാണ് ട്രെയിൻ. അവരെപ്പോഴാ വന്നേ? 4 മണിക്ക്, 3:45. അത് ഞാൻ കാരണം ഇവളെ വിശ്വസിച്ച് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടോ കൊച്ചു കള്ളി. ഇവളെ വിശ്വസിച്ച് ഞാൻ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങി. എന്നിട്ട് 11 മണിയായപ്പോഴത്തേക്ക് ഞാൻ പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടും ഇവളുടെ ഓട്ടം തുള്ളൽ കാരണം 3 മണിക്കൂർ ലേറ്റ്. അവിടെ എന്താണ് കൊടുത്തുള്ളാൻ പറ്റില്ലേ? ജീവിതത്തിലെ വലിയ എന്റെ കൂടെ ഉറങ്ങാൻ പറ്റില്ലേ? ഇന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണില്ല. ശ്വേതയിലെ പോൾ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊട്ടിക്കാൻ പോയാണ്. വേഗം പോവില്ല. ഇവളെന്തടി ശ്വേത, പീരിയഡ് സ്റ്റുഡന്റാ? ഓളെവിടേക്ക് ഇവിടേക്ക് നീന് മരിച്ചു വീഴണേ. മരിച്ചു വീഴ്. ആ ഷൂട്ടേ. നീനു എന്തിരനാ? 2050. ഇതെന്താ നോക്കണേ? 2050 ജനുവരി 1 എന്ന് പറഞ്ഞത് സാറ്റർഡേ ആണ്. സൺഡേ അന്ന് പരിപാടിയൊക്കെ അല്ലേ? അന്ന് മീറ്റപ്പ് ഒക്കെ 2050 ജനുവരി 1 അല്ലേ? അന്ന് എത്ര വയസ്സായിരിക്കും? അന്ന് ഇപ്പൊ 2025 21. ഓൾറെഡി ഒരു സമയമാണ്. 20 കൂട്ടിക്കോ. 2025 20, 35 40. അപ്പൊ 45 വയസ്സ്. 45 വയസ്സില് മീറ്റപ്പ്. ഓക്കെ, സെറ്റ്. 47 വയസ്സുണ്ടാവും. 46. എനിക്ക് 45, എനിക്ക് 46 കേട്ടോ. അമ്മയ്ക്ക് ആ വർഷം വെക്കട്ടോ മീറ്റപ്പ്. തന്നിൽ വീണാലും പൊഴിയുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരി. ബാക്കി പാട്. സൂര്യത്തിലെ മങ്ങിൽ പോയാലും പടരുന്നുണ്ടെന്നാലും നീ ഒരു കൺമണിയാ വേണല്ലേ മാളവരെ ചെല്ല്. ഓഹോയ്. മുത്ത പാട്. മഞ്ഞോലും പാട്. 1 2 3 സ്റ്റാർട്ട്. മഞ്ഞോലം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോമൽ വാരേ. ചന്ദനത്തെന്നലിൻ ചാമരം വീശി വന്നോരോ രാവിൽ അലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിളി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയണിയമ്മ. ഗൈസ്, ശ്വേത ഫേക്ക് ഇപ്പൊ പോവുകയാണ് വീട്ടിലേക്ക്. അതെ, അവൾക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഓൾ ആരോൾ പോയില്ല, അടുത്ത പരിപാടി ഒന്നും നടക്കൂല. അതാണ് ഓൾ പറയുന്നത്. KTP ഡോണാണ്. അപ്പം ഓള് പോവാന്നാണ് പറഞ്ഞത്. ഒരു ഐസ്ക്രീം കൊടുത്ത് ഞാൻ പറഞ്ഞേക്കട്ടെ. യെസ്, നീനുവിന്റെ കസ്റ്റാർഡ് ഉണ്ട്. ഓക്കെ, ശ്വേത പോവാണ്. ഞാൻ നീനൊന്ന് അറമാരിക്കും ഒളിക്കോ. ബൈ ഗൈസ്. ഹലോ ഗായ്സ്, നമ്മളെവിടെ പോണു? ഫുഡ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. സുന്ദരിയായിട്ടുണ്ട്. ബർത്ത്ഡേകൾ സുന്ദരിയായിട്ടുണ്ട്. എന്ത് പറ എനിക്ക് വേണ്ടി പ്രത്യേകം പണിയിപ്പിച്ചു. അവക്ക് വേണ്ടി പ്രത്യേകം പണിയിപ്പിച്ച വാഷ് ബേസ് ആണ് പോലും. അവളെന്നെ പറഞ്ഞ MSW അടിപൊളിയാ. നമ്മൾ എന്തിനാ പറഞ്ഞേ? നമ്മൾ മൈ സിസ്റ്ററിന്റെ പിറന്നാളിന് ഫുഡ് കഴിക്കാൻ ബില്ലൊക്കെ കൊടുക്കും. ഇതില്ല മുझे പറയൂ. ഒറ്റപ്പാലം ഡിഷ് പറയൂ. സൂപ്പ് സോറി എപ്പോഴും കഴിക്കുന്നതിനോട് ചോദിക്കുന്നില്ല.
ഓഡിയോ കട്ടാക്കുന്നത് ഓക്കെ നല്ലൊരു ഓഡിയോ കട്ട് ചെയ്യുന്നു. പോടാ പോടാ വയറ് നിറഞ്ഞിട്ടും കഴിക്കുന്നത്. അതെ. കൈസ് പറ ഇതെന്താ പറഞ്ഞു കൊടുക്ക്, ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഇതാണ് നന്ദുവിന്റെ റൂമിലെ ആനിമ വാൾ പോസ്റ്റർ. ഇത് ഏതാണ് സീരീസ്? നടുക്കത്തെ നറൂട്ടോ. നറൂട്ടോ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇത്താച്ചി. പിന്നെ ചുറ്റുമുള്ള എൻ്റെ ഫേവറേറ്റ് ആനിമ വൺ പീസ്. മേലെയുള്ളവരാണ് ടോപ്പ് ആൾക്കാർ. വൺ പീസ് ആണ് നമുക്കറിയാം. എംബറേഴ്സ് ഓഫ് ദ സീ, ഷങ്സ്, ലൂഫി, ബഗ്ഗി, പിന്നെ ബ്ലാക്ക് ബീഡ്. അതായത് ഏതൊക്കെ മാസ്റ്റർ ടീച്ചർ വിളിക്കുന്ന ബ്ലാക്ക് ബീഡ്. എന്റെ ഫേവറേറ്റ് ആണ് ലൂഫി. എന്റെ ലൂഫി പറഞ്ഞു, എനിക്ക് സോറോ ലൂഫി രണ്ടുപേരും സോറോ. ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 5:10, 5:45 ട്രെയിനാണ്. എൻ്റെ ഉറ്റ സുഹൃത്തുണ്ട്, ഞാൻ 100 കിലോമീറ്റർ താണ്ടി തന്നെ എൻ്റെ ഉറ്റ സുഹൃത്ത് ഇവിടെ ചത്ത ശവം പോലെ കിടക്കുന്നുണ്ട്. ഉറങ്ങിയില്ല, എണീറ്റിരിക്കുക. അവളോടൊന്ന് ഡ്രസ്സ് മാറി എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നെ വരും വെച്ചപ്പോൾ ഒക്കെ വയ്യ. ഇങ്ങനത്തെ ഒക്കെ സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ? നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്താലും തിരിഞ്ഞ് നോക്കാത്ത കുറേ ചേറ്റകൾ ഇതേപോലത്തെ അവരിവിടെ ടാഗ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു സ്ലീപ്പ് ഓവർ വ്ളോഗ്, അതായത് ബർത്ത്ഡേ വ്ളോഗ് സർപ്രൈസിൽ നിന്ന് തുടങ്ങി സ്ലീപ്പ് ഓവർ വ്ളോഗിൽ വരെ എത്തി പോണത്. അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ. നിങ്ങളുടെ ഇതേപോലത്തെ എന്താണ് ബർത്ത്ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഗൈസ്. ഉറക്കെ പറ, എന്ത് ചെയ്യാൻ പോവാ? പിന്നെ ലിഫ്റ്റ് എന്തിനാ പറക്കാനുള്ള എന്നെ കൊണ്ടുവിടാൻ വേണ്ടി നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ ബായ് പറഞ്ഞല്ലോ, ഈ ക്ലിപ്പ് കൂടി കഴിഞ്ഞിട്ട് ശരിക്കും ബായ് പറയാം.